ഹലോ എവരി വൺ, വെൽക്കം ടു നാഫി ദി എഡ്യൂക്കേറ്റർ. ഇറ്റ്സ് മീ നാഫി. ഇപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾക്കുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിൽ നാളെ നിങ്ങളുടെ റിസൾട്ട് വരാണല്ലേ. മെയ് 9-ാം തീയതി വെള്ളിയാഴ്ച നിങ്ങളുടെ റിസൾട്ട് നിങ്ങളുടെ മുന്നിലെത്തും. ഏകദേശം നാളെ ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസൾട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് അറിയാൻ പറ്റിയത് പൊതുവേ എല്ലാ റിസൾട്ട് വരുന്ന ദിവസങ്ങളിലും രാവിലെ വിദ്യാഭ്യാസ മന്ത്രി എന്ത് ചെയ്യും, എത്ര % ആളുകൾ വിജയിച്ചു, എത്ര ആളുകൾക്ക് ഫുൾ A+ കിട്ടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയിച്ച ശേഷം പിന്നെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കാണ് പൊതുവേ നിങ്ങൾക്ക് കുട്ടികൾക്ക് റിസൾട്ട് നോക്കാൻ സാധിക്കുക. അപ്പോൾ അതിനൊരു അപ്ഡേറ്റ് ഞാൻ നാളെ തരാം. ഇപ്പോൾ നിങ്ങൾ ആദ്യം 2-3 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ടെൻഷൻ ഉണ്ടാവുമെന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഓട്ടോമാറ്റിക് ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ ഉണ്ടോ ആ കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര A+ കിട്ടുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. നാളെ നിങ്ങളുടെ SSLCയുടെ ഫുൾ A+, SSLCയുടെ റിസൾട്ട് വരും. എല്ലാവർക്കും ഫുൾ A+ കിട്ടട്ടെ, അതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടാം. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയുകയാണ്, SSLC ഒന്നിൻ്റെയും ഒരു അവസാനമല്ല. ലൈഫിലെ ചെറിയൊരു ടേണിംഗ് പോയിന്റ് മാത്രമാണ് SSLC. SSLCയിൽ മാർക്ക് കുറഞ്ഞതുകൊണ്ടോ, SSLCയിൽ ഫുൾ A+ നഷ്ടപ്പെട്ടതുകൊണ്ടോ, SSLCയിൽ ഫുൾ A+ നേടിയതുകൊണ്ടോ വലിയൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നില്ല. SSLCക്ക് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതാണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടി, +1 +2 നിങ്ങൾ ഉഴപ്പിയാൽ നിങ്ങൾക്ക് ആ കിട്ടിയ ഫുൾ A+ പ്രത്യേകിച്ച് കാര്യമില്ലാതാവും. ഇനി 10ാം ക്ലാസ് നിങ്ങൾക്ക് A+കളുടെ എണ്ണം കുറഞ്ഞ് +1 +2 നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10ൽ A+ കുറഞ്ഞാലും +1 +2 നല്ല മാർക്ക് നിങ്ങൾക്ക് സെറ്റാക്കാൻ പറ്റും. അപ്പോൾ A+കളുടെ എണ്ണം ഒരിക്കലും നിങ്ങളെ ഭാവി നിർണ്ണയിക്കുന്നില്ല. 10ന് ശേഷം നിങ്ങൾ എങ്ങനെ പണിയെടുക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ പഠിക്കുന്നു, എങ്ങനെ നിങ്ങൾ പഠിക്കാനായിട്ട് സമയം മാറ്റി വെക്കുന്നു, എത്രത്തോളം എഫേർട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ഇടുന്നു, അതിനനുസരിച്ചാണ് നിങ്ങളുടെ ഭാവി കിടക്കുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സിലെ മാർക്ക് ഒരിക്കലും നിങ്ങളുടെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്ന ഒരു ലൈഫ് ഡിസൈഡിങ് എക്സാം ഒന്നുമല്ല. 10ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞിട്ടും +2 അടിപൊളി മാർക്ക് കിട്ടിയ ആളുകളുണ്ട്. 10ാം ക്ലാസ്സിൽ മാർക്ക് കൂടിയിട്ടും +2 മാർക്ക് കുറഞ്ഞു പോയ ആൾക്കാരുണ്ട്. അപ്പോൾ 10ന് ശേഷം നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു, 10ന് ശേഷം നിങ്ങൾ എങ്ങനെ പഠനം നോക്കി കാണുന്നു, 10ന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിനെ അങ്ങോട്ട് തീരുമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പോൾ നിങ്ങൾ 10ന് ശേഷം +1 ചില ആളുകൾ സയൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, ചില ആളുകൾ കൊമേഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, ചില ആളുകൾ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ +1 ഏതാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ? പലർക്കും പല സംശയങ്ങളാണ്. ഇത് 3-ൽ ഏതെടുത്താലാണ് എനിക്ക് ബെസ്റ്റ് കിട്ടാൻ. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഈ നാഫി ദി എഡ്യൂക്കേറ്റർ യൂട്യൂബ് ചാനൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മാക്സിമം ഇപ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. കാരണം നാളെ നിങ്ങളുടെ റിസൾട്ട് വരാണ്. അപ്പോൾ റിസൾട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ പരമാവധി കൂളായിട്ട് പോയിട്ട് റിസൾട്ട് നോക്കുക. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, 10ാം ക്ലാസ് ഒരിക്കലും നിങ്ങളുടെ ലൈഫ് ഡിസൈഡിങ് എക്സാം ഒന്നുമല്ല. 10ൽ മാർക്ക് കുറഞ്ഞെന്ന് വെച്ച് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ 10ൽ മാർക്ക് കുറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞത്. നിങ്ങൾ പഠനത്തിൽ കാര്യമായിട്ട് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞത്. ആ തെറ്റുകൾ നിങ്ങൾ മനസ്സിലാക്കി, ആ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി +1 +2 നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ 10ൽ നിങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ നിങ്ങൾ എക്സാമിൻ്റെ തലേന്ന് മാത്രം പഠിച്ചില്ല, തുടക്കത്തിൽ മാത്രം പഠിക്കാതെ എക്സാമിൻ്റെ തലേന്ന് മാത്രം പഠിച്ചു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് എന്ത് വന്നത്, ഈ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണ് റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് എത്ര A+ ആണെങ്കിലും അത് നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ്, നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് A+ കുറയാൻ കാരണം നിങ്ങൾ ശരിക്കും പഠിക്കാത്തത് കൊണ്ടാണ്, നിങ്ങൾ ശരിക്കും കഷ്ടപ്പെടാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ +1 +2 സെറ്റാക്കി തീരുമാനിക്കുക. അപ്പോൾ നാളത്തെ റിസൾട്ട് ഒരിക്കലും നിങ്ങളുടെ ലൈഫ് ഡിസൈഡിങ് റിസൾട്ട് ഒന്നുമല്ല. +1 +2 നിങ്ങൾ ഏത് സ്കൂളിൽ ഏത് കോഴ്സ് എടുക്കാൻ തീരുമാനിക്കുന്ന റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, നന്നായിട്ട് എക്സാം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടട്ടെ. ബാക്കി നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം കാണാം. അപ്പം നിങ്ങൾക്ക് എത്ര A+ കിട്ടുന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ എനിക്കൊന്ന് അറിയിക്കുക. nafi.edu തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊന്ന് അറിയിക്കുക കേട്ടോ. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. 10ന് ശേഷം ഉള്ള നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ അറിയിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിനു മുമ്പ് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്.